Hello everyone, welcome to Learnwise. നിങ്ങൾ പൊതുവെ ഈ ചാനലിൽ കണ്ടിട്ടുണ്ടാവുക സൈക്കോളജിയും കൊമേഴ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വീഡിയോസ് ആയിരിക്കും അല്ലേ? പക്ഷേ ലേൺവൈസ് സൈക്കോളജിയിലും കൊമേഴ്സിലും മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല. ഇഗ്നോയുടെ മറ്റു പല കോഴ്സുകളുടെ മെറ്റീരിയൽസ് ലേൺവൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ലേൺവൈസ് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സാണ് BA ഹോണേഴ്സ് എക്കണോമിക്സ്. നിങ്ങൾ ഇഗ്നോയിൽ നിന്നും BA ഹോണേഴ്സ് എക്കണോമിക്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. നമുക്കറിയാം നമ്മളുടെ ഡെയിലി ലൈഫിലെ എക്കണോമിക്സ് എന്ന് പറയുന്ന വിഷയത്തിനുള്ള ഇമ്പോർട്ടൻസ്. ടാക്സേഷൻ ആവട്ടെ, GDP ആവട്ടെ, ട്രേഡിംഗ് ആവട്ടെ, എന്തുമാവട്ടെ, മണി ഇൻവോൾവ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ മേഖലകളിലും എക്കണോമിക്സ് അതിൻ്റെതായിട്ടുള്ള സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എക്കണോമിക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിൽ വളരെ കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു വിഷയം തന്നെയാണ്. നിങ്ങൾക്ക് ഇഗ്നോയിൽ നിന്നും BA എക്കണോമിക്സ് പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിൽ തന്നെ 5-ൽ കൂടുതൽ പേപ്പേഴ്സ് പഠിക്കാനുണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 കോഴ്സുകളുടെ മെറ്റീരിയൽസ് ആണ് ലേൺവൈസ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ലേൺവൈസ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആണ്. പ്രകൃതി, അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് നമ്മളുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എടുത്ത മെഷേഴ്സ്, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഈ പ്രോട്ടോകോൾസ്, സമ്മിറ്റുകൾ, അങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു പേപ്പറാണ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്നുള്ളത്. പിന്നെ ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റീസ് എന്നുള്ളതാണ് രണ്ടാമതായി നിങ്ങൾക്ക് പഠിക്കാനുള്ള ലേൺവൈസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പേപ്പർ എന്നുള്ളത്. അതിൽ നമ്മൾ ഇന്ത്യൻ സൊസൈറ്റിയെക്കുറിച്ചും അതിൻ്റെ റിയാലിറ്റീസിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. പിന്നെ മൂന്നാമതാണ് ജെൻഡർ സെൻസിറ്റൈസേഷൻ, സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന പേപ്പർ. അതിൽ ജെൻഡർ എന്ന് പറയുന്ന വാല്യൂ, ജെൻഡർ ഓറിയന്റേഷൻസിനെ കുറിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പേപ്പറാണ്. പിന്നെയാണ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അത് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഇഗ്നോ നമ്മളുടെ സിലബസിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സ് കൂടിയാണ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്നുള്ളത്. അത് പഠിക്കുന്നതോടുകൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇംഗ്ലീഷ് സ്കിൽസിൽ ബെറ്റർ ആവാൻ പറ്റുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയം വേണ്ട. എന്ത് തന്നെയാലും BA ഹോണേഴ്സ് എക്കണോമിക്സ് അഥവാ BAECH ഫസ്റ്റ് ഇയർ പാക്കേജിൽ ലേൺവൈസിൽ ഇൻവോൾവ് ആയിരിക്കുന്ന 4 കോഴ്സുകളാണിത്. കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് ലേൺവൈസിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതിയാവും. അതിൽ സ്റ്റോർ എന്ന് പറയുന്ന ഫീച്ചർ ഉണ്ട്. ഞാൻ അതിന്റെ വെബ് ഒന്ന് കാണിച്ചു തരാം. അവിടെ കോഴ്സസിന്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ BA എക്കണോമിക്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെ എബൌട്ട് കോഴ്സ് എന്ന് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ കോഴ്സ് കണ്ടന്റ് എന്നും കാണാം. എബൌട്ട് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ പഠിക്കുന്ന ഈ BA എക്കണോമിക്സിന്റെ ആ ഒരു കോഴ്സിനെ കുറിച്ചുള്ള ചെറിയ ഡീറ്റെയിൽസ് ആണ് ഉണ്ടാവുക. അവിടെ ഫസ്റ്റ് ഇയർ പാക്കേജിൽ ഇൻവോൾവ് ആയിട്ടുള്ള കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഉണ്ടാവും. പിന്നെ കോഴ്സ് കണ്ടന്റിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇത് ഫ്രീ ആയിട്ട് പ്രിവ്യൂ വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും. അഥവാ നിങ്ങൾക്ക് ഈ കോഴ്സ് ഒന്ന് ട്രൈ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരു കോൺഫിഡൻസ് അങ്ങ് വരുന്നില്ല, ജസ്റ്റ് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാമ്പിൾ ലെക്ചേഴ്സ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, വാച്ച് ചെയ്യാം, അതിനുശേഷം നിങ്ങളുടെ ഡിസിഷൻ എടുക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ക്ലാസ്സുകൾ മാത്രമല്ല ലേൺവൈസ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ലേൺവൈസ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ലെക്ചേഴ്സ് മലയാളത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ വാല്യൂ ആഡഡ് നോട്ട്സ്. നമുക്കറിയാം നമ്മുടെ SLM കുറച്ച് എന്താണ് ഡിസോർഗനൈസ്ഡ് ഒക്കെ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പ്രിസൈസ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു നോട്ട്സിൻ്റെ ആവശ്യമുണ്ട്. വെൽ ഗ്രാഫിക്കലി റെപ്രസെൻറ്റഡ് ആയിട്ടുള്ള വാല്യൂ ആഡഡ് നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. എക്സാം PDFs അഥവാ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ആ ക്ലാസ്സിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യതകളുള്ള ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ടുള്ള എക്സാം PDFs ഉണ്ടാവും. അതിനെങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത് എക്സാം PDFിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഒബ്ജക്റ്റീവ് ടെസ്റ്റേഴ്സ് ആണുള്ളത്. ഒബ്ജക്റ്റീവ് ടെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലെസൺ നിങ്ങൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാലും ആ ലെസണിൽ നിന്നുള്ള നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ചെക്ക് ചെയ്യുന്ന ടെസ്റ്റുകളാണ്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഡിസ്കഷൻസ് ഉണ്ടാവും. ദെൻ സോൾവ്ഡ് ഗസ് പേപ്പേഴ്സ് ഉണ്ടാവും. അഥവാ മുമ്പത്തെ കാലത്തെ ചോദിക്കപ്പെട്ട ക്വസ്റ്റ്യൻസും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്തിട്ടുള്ള പേപ്പേഴ്സ് ഉണ്ടാവും. പിന്നെ വർക്ക് ബുക്ക് ഉണ്ട്, ആൻസർ ഫയൽസ് ഉണ്ട്, റിവിഷൻ സെഷൻസ് ഉണ്ട്, മോക്ക് എക്സാംസ് ഉണ്ട്. അഥവാ ഇഗ്നോയുടെ എക്സാംസിന്റെ അതേ രീതിയിലുള്ള മോക്ക് എക്സാംസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്കും അവൈലബിൾ ആയിരിക്കും. കാരണം നമുക്കറിയാം നമ്മൾ ഇഗ്നോയിൽ നിന്ന് ഒരു കോഴ്സ് പഠിക്കുന്ന സമയത്ത് അസൈൻമെന്റിന് എക്സാം പോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് അല്ലേ? അങ്ങനെ നിങ്ങൾക്ക് BA എക്കണോമിക്സ് പഠിക്കുന്ന സമയത്ത് എഴുതേണ്ട അസൈൻമെന്റിന്റെ, ഈ പറഞ്ഞ കോഴ്സുകളുടെ അസൈൻമെന്റിന്റെ ആൻസേഴ്സ് എങ്ങനെ എഴുതാം എന്നുള്ളതിന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഗൈഡൻസ് നൽകുന്ന ഒരു അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. എന്ത് കഴിഞ്ഞാലും ഇത്രയും ഫീച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് ലേൺവൈസിന്റെ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സ് പാക്കേജസിൽ ലഭിക്കുന്നത്. So that is all for now. Hope to see you all at Learnwise soon.